ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാവരിയുടെ മരണകാരണം തലച്ചോറിലെ രക്തസ്രാവമെന്ന് പ്രാഥമിക നിഗമനം. തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിൻ്റെ അടയാളമുണ്ട്. തലയ്ക്ക് പിന്നിൽ 2 തവണ ഈ നട്ടലിന് ക്ഷതവുമേറ്റു. പുറത്തും വയറ്റിലും ക്ഷതമേറ്റതുപോലുള്ള പാടുകളുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് രണ്ടാമത് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഹെഡ് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത്. അതിനകത്തുള്ള ഈ ബ്രൂസ് മാർക്സും ബ്രൂട്ടലി അവളെ അടിച്ചേക്കുന്ന മാർക്സിന്റെ ഒന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല. കോളേജ് അധികൃതർ വന്നു, അവർ ജസ്റ്റ് എല്ലാവരും വന്നു, അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സഹായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്ന വിവരങ്ങളുമായി. ശരണ്യ, നമ്മൾ ആദ്യം ഈ വാർത്ത പുറത്തു വന്നത് ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനിയെ, മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മതം മാറാൻ ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള സഹപാഠി സുഹൃത്ത് പലതവണ പ്രേരിപ്പിച്ചു. അത് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ക്രൂരമായി പലപ്പോഴും മർദ്ദിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കുടുംബത്തിൻ്റെ ആരോപണം അതാണ്. നിലവിൽ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയാണ് ഈ പ്രതി ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള പോലീസും അന്വേഷണം നടത്തുന്നുണ്ടോ? എന്താണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം? എന്താണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? എന്തൊക്കെയാണ്? ടോമ, ഈ പെൺകുട്ടിയുടെ മരണശേഷം ഇപ്പോൾ ഹരിപ്പാട് പോലീസിനെ കുടുംബം സമീപിച്ചിട്ടുണ്ട്. ഈ സാവരി ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്നതിനിടയിലാണ് അവിടെ വെച്ച് ലാപ്ടോപ്പ് കൊണ്ട് സഹപാഠിയായ ആൺസുഹൃത്തിന്റെ ആക്രമണത്തിന് ഇരയാവുകയും മരണപ്പെടുകയും ചെയ്തത്. തലയ്ക്ക് പിന്നിൽ ഏറ്റ അടിയാണ് മരണകാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരം. അതായത് തലയ്ക്ക് പിന്നിലേറ്റ അടിയെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവം, തലയ്ക്കുള്ളിൽ രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാവരിയുടെ അമ്മയുടെ സഹോദരൻ ഈ മരണവിവരം അറിഞ്ഞുകൊണ്ട് ദുബായിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിലേക്ക് ചെന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ട സമയത്ത് ശരീരത്തിൽ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല ബന്ധുക്കളെ അറിയിച്ചിരുന്നത് ഈ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരമാണ് നൽകിയത്. പിന്നീട് അവിടെ ചെല്ലുമ്പോഴാണ് ഈ മരണവിവരം സ്ഥിരീകരിക്കുന്നത്. ഈ അമ്മ മിനിയുടെ സഹോദരൻ ജനീഷാണ് ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരോട് പങ്കുവച്ച ചില വിവരങ്ങളാണ്. അതായത് സുഹൃത്തുക്കളായ ആളുകൾ പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ ആളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയത് മതം മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധിതരായി അവരുടെ മേലുള്ള സമ്മർദ്ദം ഈ സദറുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സദറുൽ അനം ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം, അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന് പുറത്ത് നടത്തിയ ആക്രമണമല്ല, മറിച്ച് ശരീരത്തിൽ ഇത്രയധികം മുറിവുകൾ എന്നുള്ള ചതവുകൾ ഉണ്ടായിട്ടുള്ളത് ഈ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അത് ചെയ്തതുകൊണ്ടാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളത് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോ അതിന്റെ വിശദമായ റിപ്പോർട്ട് ഫോറൻസിക് പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ട്. അതിനുശേഷമേ ഒരു വിശദമായ റിപ്പോർട്ടിലേക്ക് പോകാനാകൂ. മറ്റൊന്ന്, ഈ ഉസ്ബെക്കിസ്ഥാനിലാണ്, വിദേശ രാജ്യത്ത് മരണപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം എംബാം ചെയ്ത് വേണം ഇവിടേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അതിനകത്ത് മറ്റു ചില സാധ്യതകൾ കൂടിയുണ്ട്. അതായത് ഈ ശരീരത്തിൽ എംബാം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇഞ്ചക്ട് ചെയ്യുന്ന ചില മരുന്നുകളൊക്കെ അത്തരത്തിലൊരു നിറവ്യത്യാസം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഈ ശരീരത്തിൽ ഏതൊക്കെയാണ് മുറിവുകൾ, എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് ആധികാരികമായി സ്ഥിരീകരിക്കേണ്ടത് ഫോറൻസിക് വിഭാഗം തന്നെയാണ്. ഇപ്പോൾ തലക്ക് ഏറ്റിട്ടുള്ള മർദ്ദനമാണ് മരണകാരണം എന്നുള്ളത് അവര് പറയുന്നുണ്ട്. ചവിട്ടേറ്റ പോലുള്ള വീരച്ച പാടുകളൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും അത് ആധികാരികമായി ഫോറൻസിക് വിഭാഗം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടിയെ മതപരിവർത്തനത്തിനായുള്ള നിർബന്ധം ഈ കുട്ടിയുടെ ഇദ്ദേഹത്തിന് ഈ പ്രതിയായ സദറുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം നിർബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ മരണപ്പെട്ട സാവരിയോട് സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു എന്നുള്ള നിർണായക വിവരങ്ങൾ കൂടി അമ്മയുടെ സഹോദരൻ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾ ആരും തന്നെ അവിടെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ അവർ മൊഴി നൽകാനായി
മടിക്കുന്നത്. അവരുടെ പാസ്പോർട്ട് രേഖകളടക്കം ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഔദ്യോഗികമായ ഒരു മൊഴി നൽകാത്തത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർ കുടുംബം പറഞ്ഞിട്ടുള്ള മറ്റു വിവരങ്ങൾക്കപ്പുറത്തേക്ക് പോലീസിന്റെ ഒരു വിവരണം വന്നിട്ടില്ല. എന്തായാലും ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് നൽകാനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം വേണ്ടതാണ്. കാരണം ഇതിൽ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. മതപരിവർത്തനം ആവശ്യപ്പെട്ടിരുന്നു, അതിനുമേലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തർക്കം ഒരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളടക്കം, ഇത് ഗൗരവകരമായ വിഷയങ്ങളടക്കം ഇതിനകത്ത് പരിശോധിക്കേണ്ട ഒരു കേസാണ്. മറ്റൊന്ന്, ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കുടുംബത്തോട് പങ്കുവച്ചത് ഒരു കാരണവശാലും അത്തരത്തിൽ ഈ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാത്ത രീതിയിലുള്ള അന്വേഷണം തന്നെ നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നൊക്കെ കുടുംബം നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ തലക്കേറ്റ പരിക്ക്, പിന്നിൽ തലക്കടിയേറ്റ തലയ്ക്ക് പിന്നിലേറ്റ പരിക്ക് തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങളുമായി ഒരു പഠനത്തിനായി വിദേശ രാജ്യത്തേക്ക് പോയ ഒരു പെൺകുട്ടിയുടെ മരണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി ആ കുട്ടി എത്രമാത്രം മറ്റ് ശാരീരിക മർദ്ദനങ്ങൾക്ക് ഏറ്റവും ഗൗരവമുള്ള വിഷയം ഇത് മതപരിവർത്തനത്തിന് യുവാവ്, ഈ മലപ്പുറം സ്വദേശി പെൺകുട്ടിയെ നിർബന്ധിച്ചുവെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മൊഴികളുണ്ടോ? സഹപാഠികൾ ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതേക്കുറിച്ച് വീട്ടുകാരോട് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നോ? അതായത് ഇരുവരും തമ്മിൽ ഏതെങ്കിലും ഇതിലുള്ള അടുപ്പമുണ്ടായിരുന്നോ? അതിന്റെ മറവിലായിരുന്നോ ഈ മതപരിവർത്തനത്തിലുള്ള നീക്കം? അത്തരം കാര്യങ്ങൾ അവരിൽ നിന്നൊരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതായത് ഈ സദറുൽ അനം അത്തരത്തിലുള്ള മലപ്പുറം സ്വദേശി അത്തരം ഒരു മതം മാറുന്ന വിഷയമടക്കമുള്ള വിഷയത്തിൽ ഇവർക്കിടയിൽ തർക്കമായിരുന്നു എന്നുള്ളത് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അത് അവിടെ ആ സ്ഥലത്തെത്തിയ അമ്മയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികൾ പറയുന്നത് അദ്ദേഹം നേരിട്ട് കേൾക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു മറ്റൊരു തരത്തിലേക്കുള്ള തർക്കത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഒരു അകലം പാലിക്കുന്ന രീതിയിലേക്കും ഈ കാവ്യം മാറിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എംബസി ഉദ്യോഗസ്ഥരും ഇവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് സാക്ഷികളാണെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ കുടുംബം പറയുന്നുണ്ട്. അതിൽ കൂടുതൽ വിശദീകരണം കിട്ടേണ്ടതായി ഉണ്ട്. ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ ലാപ്ടോപ്പ് മാത്രം ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്ന് പറയുന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കാരണം ശരീരത്തിൽ മറ്റു പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്, മുറിവുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നിർണായകം പോസ്റ്റ്മോർട്ടം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന്, ഫോറൻസിക് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വിശദമായ ഒരു റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം മാത്രമേ ഈ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ആക്രമണത്തിൽ നിന്നും അതിനും അപ്പുറത്തേക്ക് നേരത്തെ ഈ കുട്ടിയുടെ ശാരീരികമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാനായി കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇതിൽ വളരെ ഗൗരവകരമായ വിഷയം ഉണ്ട്. അത് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഇത് അന്വേഷിക്കുന്നതിൽ പരിമിതിയുണ്ടോ? പക്ഷേ ഇവിടെ ഈ ഒരു പരാതി, അതായത് ഈ മതപരിവർത്തനം നീക്കം നടത്തിയെന്ന പരാതിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ വിശദമായി തന്നെ? കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഈ സാവരിയ വീഡിയോ കോൾ കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അന്ന് കുട്ടികൾക്ക് വാങ്ങിയ കളിപ്പാട്ടം അടക്കം ഈ കുട്ടി വീഡിയോ കോൾ കാണിച്ചിരുന്നു. അപ്പോൾ ഈ അന്ന് ഒന്നും രക്ഷകർത്താക്കൾക്ക് ഒരു വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുള്ള സൂചനകളൊന്നും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോ ഇതൊരു മറ്റൊരു തലം കൂടി വന്നതോടുകൂടി അത് വളരെ ഗൗരവത്തോടു കൂടി പോലീസും അന്വേഷിക്കേണ്ട ഒരു കേസ് ആയി മാറുകയാണ്. നേരത്തെ പറഞ്ഞ പരിമിതികളൊക്കെ ഈ കേസിനകത്ത് ഉണ്ടാകും. കാരണം വിദേശ രാജ്യത്ത് വെച്ച് കൊല്ലപ്പെട്ട ഒരു യുവതിയാണ്. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് ഇത് വരുന്ന ഒരു ഘട്ടത്തിൽ പോലീസിന് എത്രമാത്രം ഇത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റ് ഇവിടുന്ന് ഈ പ്രതിയാക്കപ്പെട്ട ആളെ പോലീസ് ഏതൊരു രീതിയിലാണ് ഇടപെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഇതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ്. ആ പ്രാഥമിക ഘട്ടത്തിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും അന്വേഷണം. കുടുംബം എന്തായാലും ഹരിപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. മതപരിവർത്തനത്തിന് യുവാവ്, മലപ്പുറം സ്വദേശിയായ യുവാവ് സാവരിയയെ നിർബന്ധിച്ചിരുന്നു.
അത് എതിർത്തപ്പോൾ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.